ആരെങ്കിലും ഫിനിഷിലിരുന്ന് കണ്ടുപിടിച്ച് തരുമോ? ഹലോ വ്യൂവേഴ്സ്, KC Club Indiaയുടെ പുതിയൊരു എപ്പിസോഡിലൂടെ ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നിച്ചിരി വെറൈറ്റി കോണ്ടന്റ് ആണ്. ഇന്ന് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നാളെയാണ് നമ്മുടെ കൊച്ചിയിലുള്ള മാരത്തോൺ. അപ്പം മാരത്തോണിന് പോകാനുള്ള നാളെയല്ല, സോറി, മറ്റന്നാളാണ് മാരത്തോൺ. നാളെ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മാരത്തോണിന് കൊണ്ടുപോകുന്നത്. ഇതില്ല കേട്ടോ, ഇതിനെ കൊണ്ടുപോകുന്നില്ല. ഇത് പിന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇവിടെ കൂടിയതാണ്. അപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് കൊണ്ടുപോകുന്നതെന്ന് കാണിക്കാനാണ്. നാളെ നമ്മൾ ഇവിടുന്ന് ട്രെയിൻ പിടിച്ചാണ് പോകുന്നത്. അതെ, നാളെ ട്രെയിൻ പിടിച്ചാണ് ഇവിടുന്ന് ശതാബ്ദിക്ക് കയറിപ്പോയി നാളെ തന്നെ വെബ് കളക്ട് ചെയ്ത് നാളെ ഒരു റൂം എടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് സമാധാനമായിട്ട് മറ്റന്നാൾ ഓടാമെന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഞാൻ ആദ്യം എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മിനി ഡെക്കാത്ലോൺ പോലെയൊക്കെ തോന്നും കേട്ടോ. കാരണം ഇതെല്ലാം ഡെക്കാത്ലോണിൻ്റെ സാധനങ്ങളാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഞാൻ ഒരു ഭയങ്കര എത്രയും കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡെക്കാത്ലോണിൻ്റെ ബാഗാണ്. ഇതാ കിപ്സ്റ്റാ ഇത് മറ്റേ ഫുട്ബോൾ വയ്ക്കുന്ന ബാഗാണ്. ഇത് ഡെക്കാത്ലോണിൻ്റെ തന്നെ ടവലാണ്. ഇത് ഡെക്കാത്ലോണിൻ്റെ ഷഡ്ജമാണ്, റണ്ണേഴ്സ് ഷഡ്ജം. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ഇതിട്ട് തന്നെ ഓടാമെന്ന് വിചാരിച്ചു. ആക്ച്വലി എനിക്ക് ഡെക്കാത്ലോണിൻ്റെ പലതരത്തിലുള്ള ഇതുണ്ട്, ഷോർട്സ് ഉണ്ട്. ഇതൊരു ഷോർട്സ് ആണ്. ഇത് ഡെക്കാത്ലോണിൻ്റെ തന്നെ ഷോർട്സ് ആണ്. ഇതെനിക്ക് തോന്നുന്നു ഇത് ബാഡ്മിൻ്റൺ ഷോർട്സ് ആണ്. അതാണ് ഈ ഇത് പേര് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കിക്കോളൂ. കോർ റോക്ക് ആണെന്ന് തോന്നുന്നു. ഇത് ഡോമിയോസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഡെക്കാത്ലോൺ സാധനമാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ വിചാരിക്കുന്നു ഇതിപ്പോൾ നാളെ വീട്ടിലിട്ടുകൊണ്ട് റൂമിലിട്ടുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിട്ടുകൊണ്ട് ഓടാനായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിലിവിടെ കുറച്ചുകൂടെ ഒരു ബ്രീത്തബിൾ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ സുഖമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതും ഇട്ടുകൊണ്ട് ഓടാമെന്നുള്ളതാണ് പ്ലാൻ. പിന്നെ എന്താണെങ്കിലും അവിടെ പോയി നാളെ ബിബ് മേടിക്കുമ്പോൾ ഒരു ടീഷർട്ട് നമുക്ക് കിട്ടും. ഇത് അഗെയിൻ ഡെക്കാത്ലോണിൻ്റെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് പ്രോഡക്റ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവമാണ്. എന്താണ് ഇതിൻ്റെ പേര്? പേരൊന്നും വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ല. എന്താണെങ്കിലും ഇതൊരു ഉഗ്രൻ ടവലാണ്. മറ്റേ മൈക്രോ ഫൈബറാണ്. കിടു സാധനമാണ്, പറയാതിരിക്കാൻ വയ്യ. ഇത് ഡെക്കാത്ലോൺ അല്ല. ഇത് ജോക്കി. ഇത് ഡെക്കാത്ലോൺ അല്ല. ഇത് ഡെക്കാത്ലോൺ അഗെയിൻ ഡോമിനോസിൻ്റെ ഇതാണ്. പിന്നെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അഗെയിൻ ഫ്രം ഡെക്കാത്ലോൺ. ഇത് നമ്മുടെ വേസ്റ്റിൽ നമുക്ക് കെട്ടാം. ഇവാഡിക്റ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഇതിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു സിബുണ്ട്. ഇത് തുറന്നാൽ അത്യാവശ്യം നമ്മുടെ ഫോണും നമ്മുടെ സാധനങ്ങൾ, ഇപ്പോൾ ഇതുമാതിരി സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പോക്കറ്റിൽ കിടക്കില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇത് ഞാൻ എന്തിനാണ് കൊണ്ടുവന്നത്? ഇത് ഇവിടെ മോളൊരു താഴെട്ടതാണ്. ഇത് നമ്മുടെ ഓപ്പൺ ഇയർ ഹെഡ്സെറ്റാണ്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ചെവിക്ക് പുറത്താണ് ഇതിരിക്കുക. ഞാൻ ഇതേക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടുന്ന സമയത്ത് പാട്ട് കേട്ടുകൊണ്ട് ഓടുകയും ചെയ്യാം. നമുക്ക് അപ്പോൾ ഈ ഒരു സേഫ്റ്റി ആസ്പെക്റ്റും ഇത് ടേക്ക് ചെയ്തോളൂ. ഒരു 60%, 50% സൗണ്ട് കൂടെ വെച്ചാൽ ഒരു പ്രശ്നമില്ല. ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഓടുകയും ചെയ്യാം, നമ്മുടെ പരിപാടി നടക്കും. അപ്പോൾ ബേസിക്കലി ഇത്രയും സാധനങ്ങൾ കുത്തിക്കയറ്റി ഇതിൻ്റെ അകത്ത് വയ്ക്കുക, പോവുക എന്നുള്ളതാണ് പ്ലാൻ. വളരെ ലൈറ്റ് അല്ലേ? ഇനിയിപ്പോൾ കുറച്ച് പല്ല് തേക്കാനുള്ള സാധനം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ നാളെ രാവിലെ എടുക്കാം. കുറച്ച് ഐറ്റംസ് ചാർജ് ചെയ്തെടുക്കാനുണ്ട്. അതെല്ലാം നാളെ രാവിലത്തേന് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ മുത്തില്ലാതൊരു കളിയില്ലല്ലോ. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ ഞാൻ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ കിടന്നുറങ്ങുകയാണ്. ഇപ്പോൾ ഒരു 8:30 ആയിട്ടേ ഉള്ളൂ. കിടന്നുറങ്ങിയിട്ട് രാവിലെ 5:55 ശതാബ്ദി പിടിച്ച് നേരെ കൊച്ചി പോവാം. സുനിൽ എൻ്റെ കൂടെ വരാനിരുന്നതാണ്. പക്ഷേ പുള്ളി നാളെ കായംകുളത്ത് നിന്ന് കയറും സുനിൽ. അപ്പോൾ സുനിൽ അവിടെ നിന്ന് വരും. മൂർത്തി നാളെ ചെന്നൈയിൽ നിന്ന് എറണാകുളത്ത് എത്തിക്കോളും. 9-9:30 ആകുമ്പോൾ മൂർത്തി അവിടെ പിടിച്ചോളാം. റിജോ നാളെ 5 മണിക്ക് എന്തോ ഇവിടെ നിന്ന് കയറുകയുള്ളൂ. പുള്ളിക്ക് എന്തോ ഒരു ഇത് വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 പേരാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇനി റിജോ തേക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര ആവുകയാണ്. ഇതിലെല്ലാം നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം കേട്ടോ, കൂടെ പിടിച്ചോളൂ. നാളെയും മറ്റന്നാളും നമുക്ക് ഫുള്ള് ഈ മാരത്തോൺ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ എന്താണെങ്കിലും നോക്കാം. ബാക്കി വിശേഷങ്ങൾ വഴിയെ അറിയിക്കും. കൂടെ പിടിച്ചോ. അങ്ങനെ ഞങ്ങൾ കൊച്ചി എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ കൊച്ചി. അതുപോലെ തന്നെ മൂർത്തി ഇവിടെ ഹോട്ടൽ ഷാലിമാറിൽ കയറി ഫ്രഷ് ആവാൻ. മൂർത്തി അങ്ങ് ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ മൂർത്തി ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ശതാബ്ദിയിൽ കൊച്ചി എത്തി മനോഹരമായ കൊച്ചി കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചി വിശേഷങ്ങൾ നിങ്ങളോട്ട് എത്തിക്കാം. അങ്ങനെ നമ്മൾ മൂർത്തിയെ കണ്ടെത്തിയിരിക്കുകയാണ്. മൂർത്തി അങ്ങ് ചെന്നൈയിൽ നിന്നും ബസ് പിടിച്ച് കൊച്ചിയിൽ വന്ന്
രാവിലെ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഫ്രഷായി. മൂർത്തി മാത്രമാണ് ഇതിലിപ്പോൾ ഏറ്റവും ഫ്രഷ് മൂർത്തിയാണല്ലേ. നമ്മളൊക്കെ ഒരുമാതിരി ഈ ട്രെയിനിലൊക്കെ ഇരുന്ന് യാത്രയൊക്കെ ചെയ്ത് തളർന്നു വന്നതുപോലെ മൂർത്തി നല്ല പൊളിച്ച് കുട്ടപ്പനായി സുന്ദര കുട്ടപ്പനായി ഇരുമുണ്ട്. നൈസായിട്ട് കയറ്റാൻ നോക്കിയെങ്കിലും സമ്മതിച്ചില്ലാത്ത ഞങ്ങളും കൂടെ അതിലൊന്ന് കയറാൻ നോക്കി. പക്ഷേ 400 രൂപ വെച്ച് ഓരോരുത്തർക്ക് ചോദിച്ചപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ച് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ റിസപ്ഷനിലിരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. നമുക്ക് എന്തെങ്കിലും പോയി കാർബ് ലോഡ് ചെയ്യാം. രാവിലെ മുതൽ അങ്ങോട്ട് കാർബ് ലോഡിങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും നോക്കാം. അങ്ങനെ സുനിലിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അംബിസ്വാമി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അംബിസ്വാമിയിൽ എന്താണ് കഴിക്കാനുള്ളത് കയറി നോക്കാം. അംബീസ് കിച്ചൺ പണി തുടങ്ങിയിട്ടുണ്ട്. ഇത് വെറും നെയ്യ് മാത്രമാണ്. അതെ അതെ അതെ, സാധനം കൊള്ളാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാം നന്നായൊക്കെ ജീവിക്കുകയായിരുന്നു. പിന്നെ ഇന്ന് ഇതൊക്കെ നോക്കിയാൽ പിന്നെ പരിപാടി കഴിഞ്ഞില്ലേ. അപ്പോൾ ഇത് നമുക്ക് അത് കഴിഞ്ഞോളാം. സാമ്പാർ ബട്ടായി കാര്യം ചെയ്യാം. ശരിക്കും കഴിക്കാനുള്ള ദോശ വരുമ്പോഴത്തേക്കും ഇത് കൊള്ളാം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ എടുത്ത് ഇവര് കൊടുക്കുന്നു. കഴിച്ച് വളരെ ഇതെൻ്റെ ചീസ് ദോശ. ഇതെന്താണ് സാധനം? പൊടി റോസ്റ്റ്. അതിൻ്റെ അകത്ത് പൊടി ഇട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അത് നെയ് റോസ്റ്റിൽ പൊടിയിട്ട നെയ് റോസ്റ്റ്. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? എടാ ഇതിൻ്റെ അകത്ത് ചീസുണ്ട്. അപ്പോൾ വട ഒന്ന് പരീക്ഷിച്ച് നോക്കാം. സാമ്പാർ രക്ഷയില്ല കേട്ടോ. ചെല്ലാണോ? കൊള്ളാടോ അത്. നല്ലതാണോ? നമുക്ക് ചീസ് ദോശ ടേസ്റ്റ് നോക്കാം. അവിടെ ഇവിടെയൊക്കെ ചീസ് കാണുന്നുണ്ട് കേട്ടോ. ഇതിന് ഫുഡ് ബ്ലോഗാണോ എന്ന് ആൾക്കാർ വിചാരിക്കും. ചീസ് ദോശയുടെ ചീസ് കണ്ടോ? എന്നിട്ട് 2-3 ചമ്മന്തി ഉണ്ട്. കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ഒരു ഊബർ എടുത്ത് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്കാര സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ പോയി നമ്മുടെ ബിബ് കളക്ട് ചെയ്യണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇന്ന് വരുന്ന വഴിക്ക് ഞങ്ങളൊരു സീസൺ റണ്ണറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ നമുക്ക് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പീനട്ട് ബട്ടർ മേടിക്കണം, അതുപോലെ തന്നെ ബ്രെഡ് മേടിക്കണം. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലാൻ ആയിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ റോബസ്റ്റ പഴം, നമ്മുടെ മോറിസ് പഴം, അതും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്താണെങ്കിലും മാരത്തോൺ എന്ന വ്യാജേന നല്ല പോളിംഗ് നടക്കുന്നുണ്ട്. അല്ല, ഞാൻ പറയായിരുന്നു എനിക്ക് ഒരു പക്ഷേ നാളത്തെ മാരത്തോൺ വല്ല മാറ്റിവെക്കുക എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ യമ്മി. എന്തായാലും നോക്കാം. അങ്ങനെ ഞങ്ങൾ സംസ്കാര എന്ന് പറയുന്ന സ്കൂളെത്തിയിട്ടുണ്ട്. വലിയ സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല പരിപാടിയാണ്. അപ്പോൾ ഇവിടെ വന്നാണ് ഇവിടെ ബിബ് കളക്ഷൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ബിബ് മേടിക്കാനായിട്ട് പോയിട്ട് ബിബ് മേടിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഇവിടെയാണ് നമ്മുടെ ബിബ് വാങ്ങേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ബിബ് മേടിക്കാം. അപ്പോൾ എന്താ റിജോയുടെ ബിബും അതുപോലെ തന്നെ എൻ്റെയും ബിബ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് എന്താണ്? ടീഷർട്ട് മേടിക്കണം. പിന്നെ 2 കവറും കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോയി ടീഷർട്ട് മേടിക്കാം. അതിന് മുന്നേ ഇവിടെ ഒരു ചെറിയ ഗെയിമുണ്ട്. ആ ഗെയിമിൽ പങ്കെടുത്ത് വിജയിച്ചാൽ കുപ്പി കിട്ടും. കുപ്പി കിട്ടുമെന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ടീഷർട്ട് മേടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം. നമ്മുടെ 21-ൻ്റെ റൂട്ട് മാപ്പാണ്. കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. എല്ലാം മനസ്സിലാവുന്ന പോലെ അഭിനയിച്ച് 2 പേര് പോയി നിൽക്കുന്നുണ്ട്.
പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലല്ലോ അല്ലേ അല്ലേ? ആകെ മനസ്സിലായ സ്റ്റാർട്ടിങ് പോയിന്റ് എൻഡിങ് പോയിന്റ് മാത്രമാണ്. ഇതാണ് കടുത്തത് കേട്ടോ. ഇത് എവിടെടാ? രാജഗിരി ഹിൽസ് ലൂപ്പ്. ഇതെനിക്ക് ബാംഗ്ലൂരിൽ പോയി കറങ്ങി എൻ്റെ അമ്മ പിന്നെ ഇവിടെ വന്നൊരു കറക്കം. നാളെ നോക്കാം. അപ്പോഴേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഉച്ചയടുപ്പിച്ച് ഇവിടെ എത്തി. ഉറക്കമായിരുന്നു. കാരണം റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സുനിലവിടെ ഫ്രിഡ്ജ് പൊളിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ കിടന്നുറങ്ങി. ഇപ്പോൾ ഒന്ന് ഉണർന്നു. എന്നിട്ട് പോയി ഒരു ചായ കുടിച്ചു. നാളത്തേക്ക് ഉള്ള കുറച്ച് സംഭവങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായി നിങ്ങളെ കാണിക്കാനുള്ളത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി, ബ്രെഡ്, പീനട്ട് ബട്ടർ, പിന്നെ റോബസ്റ്റ പഴം, എല്ലാത്തിനും ഉപരി ഒരു സ്പൂൺ കേട്ടോ. 12 രൂപ. പൈസ നോക്കിയില്ല, നേരെ ഒരു സ്പൂൺ കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാളെ രാവിലത്തേക്കുള്ള കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നിനിപ്പോൾ അധികം താമസിക്കുന്നില്ല, കിടന്നുറങ്ങണം. ഇത്രയും നേരം ഉറക്കമായിരുന്നു, ഇനി ഉറങ്ങണം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് മേടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ കാർബ് അടിച്ച് കയറ്റാന്ന് വെച്ചിട്ട്. ഉച്ചയ്ക്ക് ഒരു ചിക്കൻ ബിരിയാണി ഒക്കെയാണ് കഴിച്ചത് കേട്ടോ. ഹാഫ് ബിരിയാണി. മൊത്തം കാർബ് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഒരു ഹാഫ് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു ഫുൾ ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കുക. അപ്പോൾ അത്യാവശ്യം കാർബാവും. നേരത്തെ കഴിക്കുക. ഒരു 7 മണിക്ക് മുന്നേ കഴിച്ച് തീർത്തിട്ട് കിടന്ന് ഉറങ്ങുക. നാളെ 4:20 ഇവിടെ നിന്ന് ഇറങ്ങണം. അതാണ് പ്ലാൻ. ഇപ്പോൾ ഒരു 4:45 5 മണിക്കകത്ത് അവിടെ എത്തും. 5:15 ഫ്ലാഗ് ഓഫ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ നിങ്ങളോട്ട് എത്തിക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നാണ് നമ്മുടെ റേസ് ഡേ, അതായത് നമ്മുടെ റൺ ഡേ. ഇതൊക്കെ കണ്ടില്ലേ, G-Tech മാരത്തോൺ. അപ്പോൾ ജേഴ്സി അടിച്ചു, ജേഴ്സി ഇട്ടു, എല്ലാ പരിപാടികളും കഴിഞ്ഞ്. ബിബ് ഇന്നലെ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൂർത്തിക്ക് ഒരു ചെറിയ പണി കിട്ടി. മൂർത്തി ഇന്നലെ രാത്രി ബിബ് സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ അത് പുറകിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇപ്പം തിരിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നീ ശരിക്കും ഓടുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞു. ടൂട്ടി ഫ്രൂട്ടി, പീനട്ട് ബട്ടർ. റിജോ വേറെ റൂമിലായിരുന്നു. പുള്ളി ഇതിൻ്റെ വേറെ ട്രെയിനിലാണ് വന്നത്. പഴം ഇത് എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇത് പീനട്ട് ബട്ടർ എടുക്കാനുള്ള സ്പൂൺ. ഒരുപാട് എടുക്കണ്ട, കുറച്ച് കഴിച്ചാൽ മതി. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഞങ്ങൾ 4:10 ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഉടനെ ഇറങ്ങിയിട്ട് അവിടെ ചെന്നിട്ടുള്ള ബാക്കി പരിപാടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും വൈബായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെവിയിൽ ഈ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഇത് എൻ്റെ മറ്റേ ഓപ്പൺ ഇയറാണ്. അപ്പോൾ ചെവിക്ക് പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് എയർ റഹ്മാനെയൊക്കെ ശ്രമിച്ചങ്ങ് പോണം. ഇതെല്ലാം രസമായിരിക്കും അവിടെ ചെന്നൊരു ബാക്കി കാണാൻ. അങ്ങനെ നമ്മൾ എത്തിയിട്ടാ. 4:36 5:15 ഫ്ലാഗ് ഓഫ്. അപ്പം എന്തായാലും നമുക്ക് ഒരുപാട് സമയമുണ്ട്. സെറ്റല്ലേ റിജോ? സെറ്റാണോ? സെറ്റാണ്. മൂർത്തി ഡബിൾ സെറ്റ്. ആർക്കും ഓടാൻ അറിഞ്ഞൂടെങ്കിലും നമുക്ക് കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. സംഗതി വൈബാണ്. നല്ല മഞ്ഞാണ്. എനിക്കൊന്ന് സൂംബയുടെ എന്തോ പരിപാടി തുടങ്ങാൻ തോന്നുന്നു. ഇവിടെ ഒരു ചായ കിട്ടുന്നതായി ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചായ കുടിക്കാം. എടാ ചായ ഉണ്ടടാ, ചായ. അങ്ങനെ ഒരു ഉഗ്രൻ സ്ട്രെച്ചിങ് സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. സൂംബ ടീം സിൻ എന്ന് പറയുന്ന ഒരു ടീം സ്ഥിരമായി വരാറുള്ളതാണ്. അവരുടെ ഉഗ്ര സ്ട്രെച്ചിങ് സെഷൻ ആയിരുന്നു. കുറച്ച് ആരോഗ്യം പോയി, പക്ഷേ എല്ലാ മസിലും ഒന്ന് അനങ്ങിയല്ലേ. ഫുൾ മസിലൊന്ന് സെറ്റ് ആയിരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നോക്കാം, നമുക്ക് ഓടിപ്പിടിക്കാം. ഇട്ട് കഴിഞ്ഞു. ഇട്ടോ സ്ട്രാവിട്ടാ നിനക്കെന്തിനാടാ സ്ട്രാവൊക്കെ? എൻ്റെ വാച്ച് ഫേസിംഗ് സെറ്റാണ്. മൂർത്തി എല്ലാം സെറ്റല്ലേ? Keep running, guys. കീപ് റണ്ണിങ്ങിന് സ്ഥലം കിട്ടുന്നില്ല. All the best, all the very best. Thank you. All the very best. You have all the facilities you want for a smooth. എല്ലാം ഓക്കെ. 3 കിലോമീറ്റർ ആയിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻറ്റ് റേസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിജോയും മൂർത്തിയും
സുനിലും കുറച്ച് പുറകിലുണ്ട്. നമുക്ക് ഇനി കുറച്ച് മുന്നോട്ട് പോയിട്ട് കയറ്റമാണ് മുന്നോട്ട് പോയിട്ട് വരാമേ. ആക്ച്വലി 17 കിലോമീറ്റർ ആയിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വേറൊരു പണി തോന്നുന്നു. ആകെ ഒരു വയറുവേദനയും ആകെ ഒരു ബുദ്ധിമുട്ട്. കഴിക്കുന്നതൊക്കെ ഒരു ഡൈജസ്റ്റ് ആവാത്ത പോലെ ഒരു ഫീല്. വയറിൽ ആകെ ഒരു ബുദ്ധിമുട്ട്. വയറിൽ ക്രാമ്പല്ല, ഗ്യാസ് കയറിയിട്ട് വയറിങ്ങനെ ബ്ലോട്ടഡ് ആയിട്ടിരിക്കുന്നൊരു ഫീലിംഗ്. ബ്ലോട്ടഡ് ഫീലിംഗ് വെച്ചുകൊണ്ട് ഓടുക എന്ന് പറയുന്നത് വളരെ മ്ലേച്ഛമായൊരു കാര്യമാണല്ലോ. പക്ഷേ പ്രിറ്റി സാഡ് അബൌട്ട് ഇറ്റ്. കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ട്രെയിൻ ചെയ്ത് ഇത്രയൊക്കെ ഇത് ചെയ്തിട്ട് സംതിങ് ഈസ് പുള്ളിങ് യു ബാക്ക് എന്ന് പറയുന്നത് ഒരു വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ഇതിലാണ് ഒരു ഏത് ഗെയിമാണെങ്കിലും ഡേ മാറ്റേഴ്സ്. അന്നത്തെ ദിവസം എന്ത് നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളതിൽ ആ ദിവസം ഒരു വലിയ അനിവാര്യ ഘടകമാണ്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ കാര്യം കറക്റ്റായിട്ട് ചെയ്യുക, ബാക്കിയെല്ലാം ലീവ് ഇറ്റ് ടു ദ ഡേ എന്നേ പറയാൻ പറ്റൂ. പിന്നെ റൂട്ട് എത്ര എളുപ്പമൊന്നുമല്ല. റൂട്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് കേൾക്കുമ്പോൾ പൊതുവേ നമ്മൾ ഈ സൈക്കിൾ ഓടിച്ചിട്ടുള്ള ശീലം കൊണ്ട് കൊച്ചിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഫ്ലാറ്റ് റോഡ്സ് ആയിരിക്കും എന്നല്ല വിചാരിച്ചത്. ഇത് ഈ ഇൻഫോ പാർക്ക് ഏരിയ കുറച്ച് ഹില്ലി ടെറൈനാണ്. അപ്പോൾ കുറച്ച് ക്ലൈംബ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര ഈസി റണ്ണൊന്നുമല്ല. നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ച് കാണുന്ന പോലെ അത്ര എളുപ്പം ഓടിച്ചേർക്കാൻ പറ്റുന്നൊരു സംഭവമല്ല ഇത്. ദിസ് ഈസ് ടഫ്. നോക്കാം. ഇപ്പോൾ 17 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓടി നോക്കാം. ലാസ്റ്റ് 400 മീറ്റേഴ്സാണ് ഗൈസ്. എൻ്റെ 3K സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ അമ്മ ഗ്രൂസം കട്ടിയായിരുന്നു കേട്ടോ. ജസ്റ്റ് ടഫ്. ഇറ്റ് വാസ് ഡാം ടഫ്. എവിടെയേ എൻ്റെ ഫിനിഷ് ലൈൻ? എവിടെയേ? ആരെങ്കിലും ഫിനിഷ് ലൈൻ ഒന്ന് കണ്ടുപിടിച്ച് തരുമോ? പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. നോട്ട് ഈവൻ എ സിംഗിൾ സ്റ്റെപ്പ് ഞാൻ ഓടാതിരുന്നിട്ടില്ല. ഐ ബീൻ റണ്ണിങ് ത്രൂ ഔട്ട്. ഹായ്, അറിയോ? അവിടെ കാണാം. That is your bloody finish line. Come on. ഫിനിഷ് ലൈൻ ഇനി ഏകദേശം 100 മീറ്റർ. അതിൻ്റെ ഇടയിലൂടെ ബോട്ടിൽ താഴെ പോയി. 50 meters. 50 meters. ഓടിയിട്ട് എത്തത്തില്ല. That's your finish line, buddy. What the fuck? Oh. Oh. അമ്മേ. മെഡൽ ആരാണ് മെഡൽ ഇരുന്നു? താങ്കളാണോ? താങ്ക് യു. എൻ്റെ മോനെ, that was one hell of a ride, hell of a run. Oh me. അങ്ങനെ നമ്മുടെ
ബിആർഎം വന്ന് മാരത്തോൺ കഴിഞ്ഞിട്ടുള്ള കാർബ് ലോഡിങ്ങാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും ഫിനിഷ് ചെയ്തു. ഈ ബിആർഎം ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്ത ആളാണ് റിജോ. അതിന് പ്രത്യേക അവാർഡ്. എൻ്റെ അമ്മ ഈ ബിആർഎം ഇവിടെ കയറി മാരത്തോൺ ഏറ്റവും അവസാനം നടന്ന് 21 കിലോമീറ്റർ നടന്ന് ഫിനിഷ് ചെയ്തു എന്ന് പരമോന്നത ബഹുമതി കരസ്ഥമാക്കി. മാരത്തോണിൻ്റെ സംഘാടകർ പോകുന്നതിന് തൊട്ട് മുന്നേ അങ്ങനെ എല്ലാവരും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഗൈസ്, അപ്പോൾ ആക്ച്വലി നമ്മുടെ മാരത്തോൺ കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച ആവുന്നു. ഇതിനൊരു പ്രോപ്പർ കൺക്ലൂഷൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് തളർന്നു, അതുകൊണ്ട് പിന്നെ ഒന്നും പറ്റില്ല. അപ്പോൾ ബേസിക്കലി എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് ചുരുക്കി പറയാൻ വിചാരിച്ചു. ആക്ച്വലി ഞാൻ ഈ മാരത്തോൺ കഴിഞ്ഞ ഭയങ്കര വിഷമത്തിലായിരുന്നു. കാരണം ഞാൻ 2 hours and 15 minutes കൊണ്ട് തീർക്കണമെന്ന് വിചാരിച്ചു. അത് നടന്നില്ല. ഒരു 9 മിനിറ്റോളം കൂടുതൽ എടുത്തു എന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കര എനിക്കൊരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരെല്ലാം പറയുന്നത് ഞാൻ ഭയങ്കര എല്ലാം ഡേറ്റ നോക്കി ചെയ്യുന്ന ആളാണെന്നാണ്. ദാറ്റ്സ് ട്രൂ. കാരണം ഞാൻ ഇതിനു മുന്നേ ഓടിയിട്ടുള്ളത് ആകെ ഒരു ഹാഫ് മാരത്തോണാണ്. അത് നമുക്ക് 2 hours and 34 minutes എടുത്തു. ഇത് നമുക്ക് 2 hours and 24 minutes. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അധികം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ 2 ടാർഗറ്റാണ് വെച്ചത്. ഒന്ന്, ആദ്യം ഓടിയതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഓടണം. 2, ഒരു 2 hours 15 minutes തീർക്കണം എന്നുള്ളത്. പക്ഷെ അത് നടന്നില്ല, അത് ചീറ്റിപ്പോയി. അത് നമ്മൾ പരാജയപ്പെട്ടു. നമുക്കതിൻ്റെ പരാജയ കാരണം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒന്ന്, ഒരു ബ്ലോട്ടിങ് അടിച്ചു. അത് ആക്ച്വലി ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി. എനിക്ക് തോന്നുന്നു പലർക്കും ഈ നമ്മുടെ ഫാസ്റ്റ് അപ്പിൻ്റെ ഡ്രിങ്ക് എടുക്കുമ്പോൾ ഈ ബ്ലോട്ടിങ് വരാറുണ്ട് എന്നിങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഫസ്റ്റ് തന്നെ അത് എടുത്തപ്പോൾ തന്നെ വയറ് കയറിയിട്ട് ഞാൻ ലിറ്ററലി പേടിച്ചു. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആദ്യം ഓടി തുടങ്ങുമ്പോൾ തന്നെ വയറ് പണി വരിക എന്ന് പറഞ്ഞാൽ പിന്നെ ഓടി തീർക്കുന്നത് ഭയങ്കര പാടാണ്. പക്ഷെ അത് ആദ്യം ഞാൻ വിചാരിച്ചു ഞാനൊരു ഓറഞ്ചിൻ്റെ സ്ലൈസ് എടുത്തിരുന്നു. അതാണോ അസിഡിക് നേച്ചർ കൊണ്ടെല്ലാം പറ്റിയതാണോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അല്ല. 2-3 പേര് പറഞ്ഞു ഈ ഫാസ്റ്റിനപ്പം അങ്ങനെ ശീലം ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ബ്ലോട്ടിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ അഗെയിൻ ഞാൻ ഇതിന് മുന്നേ ഫാസ്റ്റിനപ്പ് എടുത്തത് കൃത്യം പറഞ്ഞാൽ ഈ 19 മാർച്ച് 2023 വിച്ച് ഇസ് ക്ലോസ് ടു ആൻ ഇയർ. അപ്പോൾ മേ ബി 1 വർഷത്തിന് ശേഷം പെട്ടെന്ന് ഫാസ്റ്റിനപ്പ് എടുത്തപ്പോൾ ഒരു ബ്ലോട്ടിങ് അടിച്ചതാവാം. ഡെസ്പൈറ്റ് ദാറ്റ് ഞാനിപ്പം ആക്ച്വലി എൻ്റെ 2 റൺസും എടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഞാനിതിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഓടിയ മാരത്തോൺ എന്ന് പറയുന്നത് പ്രിഡോമിനൻ്റ്ലി ഫ്ലാറ്റ് സർഫസ് ആയിരുന്നു. അതായത് ടെക്നോ പാർക്കിൽ നിന്ന് പോകുന്നു, കഴക്കൂട്ടം പോകുന്നു, തിരിച്ചു വരുന്നു, USTക്കകത്ത് കയറുന്നു, തിരിച്ചു വരുന്നു, കറങ്ങി. ബേസിക്കലി അതൊരു ലൂപ്പ് അടിക്കുകയായിരുന്നു. അവിടെ നമുക്ക് കയറ്റം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. നേരെ മറിച്ച് ഇപ്രാവശ്യം കാക്കനാട് ഓടിയെന്ന് പറയുന്നത് ഫുൾ ക്ലൈംബായിരുന്നു. നമ്മൾ സാധാരണ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ കൊച്ചിയിൽ കേൾക്കുമ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് റോഡ്സ് എന്നുള്ളൊരു പ്രതീതിയാണല്ലോ. പക്ഷേ ഇത് കംപ്ലീറ്റ് ഇവിടെ ഒരു ഓട്ടോക്കാരൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ കാക്കനാട് അങ്ങനെ ക്ലൈംബ് ഒന്നുമില്ലേ? കാക്കനാട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹില്ലി ഏരിയ ആണ്, ഇവിടെ ഒരുപാട് ക്ലൈംബ്സ് ഉണ്ട്. അത് കേട്ടപ്പോൾ തകർത്തു. അവസാനം ഒരു സ്മാർട്ട് സിറ്റിക്കകത്തൊക്കെ കയറിയിട്ടൊരു ക്ലൈംബൊക്കെ ഉണ്ടാക്കി. ഏറ്റവും ദൈവമേ, ഒരു സ്ലോ ക്ലൈംബ് ഓടിയിട്ട് എത്തല്ല. എനിക്കാണെങ്കിൽ ഒരു സൈഡിൽ വയറ് വേദനിക്കുന്നു, ഒരു സൈഡിൽ മസിൽ വേദനിക്കുന്നു. ഹൊറിബിൾ ആയിരുന്നു. അപ്പോൾ ഒട്ടനവധി. അപ്പോൾ ഇത് റൂട്ട് വൈസ് ഇത് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ബേസിക്കലി ഞാൻ നോക്കുന്നത് ഇപ്പോൾ ഞാനിത് 2 ഡേറ്റ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ഹാർട്ട് റേറ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ പേസ് ഇപ്പോൾ 6.57 per kilometer ആണ് ഇതിൽ ഓടിയത്. മറ്റേത് എനിക്ക് 7.22 ആയിരുന്നു. അപ്പോൾ ആക്ച്വലി എൻ്റെ പേസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഗെയിൻ എൻ്റെ ഹാർട്ട് റേറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി എനിക്ക് വേറെ ഒന്നും ഉണ്ടായില്ല. നമ്മൾ കുറച്ച് നാളായിട്ട് ട്രെയിൻ ചെയ്തു, വെയിറ്റ് കുറച്ചു, മസിൽസ് ബിൽഡ് ചെയ്തു. എന്നിട്ടും എനിക്ക് 2.25 പിടിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിഷമം. പക്ഷേ 2.1 മേ ബി വയറൊരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിനുള്ളിൽ കവർ ചെയ്യുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ആ ദിവസം എങ്ങനെ എന്നുള്ളതിൽ ഇരിക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓവറോൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് 2 ഡേറ്റ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ സാരമായ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം കൊള്ളാം. ഈ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 1 വർഷം മുന്നത്തെ ആ ലെവൽ ഓഫ് ഫിറ്റ്നസ് വെച്ചായിരുന്നു ഇത് ഓടിയിരുന്നെങ്കിൽ ഞാൻ കടുത്തു പോകുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ. അപ്പോൾ ഓവറോൾ ഒരു ഹാപ്പി ഫീലിംഗ് ആണ്. അന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എടുത്ത് ഈ ഡേറ്റയൊക്കെ നോക്കി കമ്പയർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇറ്റ് ഫീൽസ് നൈസ് ആൻഡ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് മാരത്തോണുകൾ, ഒരു ഫുൾ മാരത്തോൺ എന്നെങ്കിലും ഓടണം. അതിന് പക്ഷേ ഒരുപാട് ട്രെയിനിങ് വേണം. അതിപ്പോൾ ഉടനെ സാഹസങ്ങളൊന്നും മുതിരുന്നില്ല. പതുക്കെ ട്രെയിൻ ചെയ്ത് ഒരു ഫുൾ മാരത്തോൺ ചെയ്യണമെന്നുണ്ട്. ആയിരുന്നു അതൊരു മാരത്തോൺ ആയിട്ട് ഇവൻ്റായിട്ട് തന്നെ ചെയ്യണമെന്നില്ല. ഒരു 42 kilometers റണ്ണായിട്ട് ചെയ്താലും മതി. അങ്ങനെ ഒരു പ്ലാൻ എപ്പോഴെങ്കിലും ഉണ്ട്. പക്ഷെ അത് ഇറ്റ്സ് എ വെരി ലോങ് റോഡ് ഹെഡ് എന്ന് എനിക്ക് തന്നെ അറിയാം. ഒരു 21 ഓടുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവെന്ന് അറിയാം. പിന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കളിയല്ല. അങ്ങനെ അഗെയിൻ ഇപ്പോൾ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഓടുകയാണെങ്കിൽ ഫുൾ ഓടുക, അല്ലാതെ അതിൻ്റെ ഇടയിൽ നടക്കുക എന്നൊരു പരിപാടിയില്ല. ചെറിയ പേസിലാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
ഒരിടത്തും നിൽക്കാൻ പാടില്ല, ഒരിടത്തും നടന്ന് ഫിനിഷ് ചെയ്യാനും പാടില്ല എന്നുള്ളൊരു അതെൻ്റെ ഒരു പോളിസിയാണ്. മാരത്തോൺ എന്ന് പറഞ്ഞാൽ ഓട്ടം ആയിരിക്കണം, അല്ല നടക്കാൻ പാടില്ല എന്നുള്ളൊരു പോളിസിയാണ്. അപ്പോൾ അതെന്തായാലും മൊത്തത്തിലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചത്. അപ്പോൾ ഇനിയും നമുക്ക് ഓടാം. നാളെ സൈക്കിൾ ഓട്ടം പ്ലാൻ ഉണ്ട്. ഇങ്ങനെ ഒരു വീക്കിൽ ഓട്ടം, സൈക്ലിംഗ്, ജിം, പറ്റിയാൽ ഇടയ്ക്ക് വെച്ചൊന്ന് സ്വിമ്മിനും കൂടെ ചെയ്യണമെന്നുള്ളൊരു പ്ലാനുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ റെജിം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്ങനെ വരുമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്രയും മാത്രം പറയാൻ വന്നൊരു കുഞ്ഞ് വീഡിയോ ആണ്. ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.